കൂടുതൽ സമയം ലഭിച്ചാൽ ഹോർമുസ് തുറക്കാനും ഇറാന്റെ എണ്ണയും സമ്പത്തും കൈയടക്കാനും കഴിയുമെന്ന് ഡൊണാൾഡ് ട്രംപ്. $1.5 ട്രില്യൺ പ്രതിരോധ ബഡ്ജറ്റിന് US കോൺഗ്രസിന്റെ അനുമതിയും ട്രംപ് തേടി. കരസേനാ മേധാവി റാൻഡി ജോർജിനെ അമേരിക്ക പുറത്താക്കി. അതിനിടെ അമേരിക്കയെ ഞെട്ടിച്ച് F-15 പോർവിമാനം ഇറാൻ സേന വെടിവെച്ചിട്ടതായി US മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു. ഒരു പൈലറ്റ് രക്ഷപ്പെട്ടതായും രണ്ടാമത്തെ പൈലറ്റിനായി തെരച്ചിൽ തുടരുന്നതായും റിപ്പോർട്ടുണ്ട്. ഹോർമുസിലെ നിയന്ത്രണം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ കൊണ്ടുവന്ന പ്രമേയം UN രക്ഷാസമിതി ചർച്ച ചെയ്യുകയാണ്. MCA നാസർ വിവരങ്ങളുമായി ചേരുകയാണ്. MCA, ഇന്നിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കനത്ത തിരിച്ചടി വരുന്നത് അവരുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ കൂടുതൽ സമയം ലഭിച്ചാൽ ഹോർമുസ് തുറക്കാനും ഇറാന്റെ എണ്ണയും സമ്പത്തും കൈയടക്കാൻ കഴിയും എന്ന് ട്രംപ് പറയുന്നുണ്ടല്ലോ. എന്ത് സാഹചര്യത്തിലാണ് ട്രംപ് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്നത്? എന്താണ് അതിലേക്ക് പറയാനുള്ള ഒരു ആത്മവിശ്വാസം എന്താണ് ട്രംപിന്? മഹേഷ്, വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പിന്നിട്ട മണിക്കൂറുകളൊക്കെയും ട്രംപ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 2-3 ആഴ്ചകൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഏറ്റവും അവസാനം നടത്തിയ പ്രതികരണം. അതിന് പിന്നാലെയാണ് കൂടുതൽ കരസേനയെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ, കൂടുതൽ യുദ്ധക്കപ്പലുകളും പടയൊരുക്കങ്ങളും തുടരാനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടാവുന്നത്. ഇതൊരു കരയാക്രമണത്തിന്റെ ഉള്ള മുന്നൊരുക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ അമേരിക്കൻ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ, പാലങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണം ഇന്നും തുടർന്നു. ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഇസ്രായേലിലെ ഹൈഫ ഓയിൽ റിഫൈനറിയും അതോടൊപ്പം തന്നെ കുവൈത്ത്, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണ സംഭവങ്ങൾ ഉണ്ടായി. ഇത്തരമൊരു സംഭവം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർവിമാനം ഇറാൻ വെടിവെച്ചിട്ടതായി ഏറെക്കുറെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ കൂടി സ്ഥിരീകരിക്കുന്നത്. നേരത്തെ ഇറാൻ നൽകിയ റിപ്പോർട്ട് പ്രകാരം F-35 എന്ന വിമാനമാണ് തങ്ങൾ തകർത്തിട്ടതെന്നും അതിന്റെ ചില ഇമേജുകൾ ഇറാനിലെ തന്നെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തകർത്തിരിക്കുന്നത് F-15E എന്ന ഗണത്തിൽപ്പെടുന്ന പോർവിമാനമാണ്. ഇത് ഖുസസ്താൻ പ്രവിശ്യയിൽ വെച്ചാണ് തകർക്കപ്പെട്ടത്. അതിൽ 2 പൈലറ്റുമാരുണ്ടായിരുന്നു. ഒരു പൈലറ്റിനെ പാരച്യൂട്ടിൽ പുറത്തിറങ്ങിയ പൈലറ്റുമാരിൽ ഒരാളെ തങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പൈലറ്റിനെ കണ്ടെത്താനുള്ള തിരക്കിട്ട ഊർജിതമായിട്ടുള്ള തെരച്ചിൽ പ്രക്രിയ തുടരുകയാണെന്നും അറിയിക്കുന്നുണ്ട്. നിരവധി വിമാനങ്ങൾ താഴ്ന്നു പറന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന റിപ്പോർട്ടുകൾ ഇറാനിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ഹെലികോപ്റ്ററിന് നേരെ കൂടി തങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാണാത്ത ഒരു പൈലറ്റിനെ കണ്ടെത്തുന്നവർക്ക് വലിയ തുക പ്രതിഫലം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ സേനയും രംഗത്തുണ്ട്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇറാന്റെ എല്ലാ എയർ ഡിഫൻസ് സംവിധാനവും തകർന്നു എന്ന് ഇന്നലെയും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് തങ്ങളുടെ എയർ ഡിഫൻസ് സംവിധാനം ഇപ്പോഴും സുശക്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ പോർവിമാനം പുതുതായിട്ട് F-15E എന്ന പോർവിമാനം, അതാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ അമേരിക്കയുടെ പോർവിമാനം വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്.